പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആലോചന കൊടുക്കുന്ന അവിടെ എഴുതിയിട്ടുണ്ട്. അവർ ആസ്യയിൽ വചനം പൗലോസിനോടുള്ള ബന്ധത്തിൽ അവർ ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. ആലോചനയില്ല. ആസ്യയിൽ വചനം പ്രസംഗിക്കാനായിട്ട് ആലോചനയില്ല, വിലക്കി. അപ്പോൾ വിലക്കും കേൾക്കണം നമ്മൾ കേട്ടോ. ഫ്രുഗ്യയിലും ഗലാത്യദേശത്തും കൂടി സഞ്ചരിച്ച് മൂസിയയിലെത്തി ബിഥുന്യയിലേക്ക് പോകുവാൻ ശ്രമിച്ചു. ഭയങ്കര ഒരു ശ്രമം നടത്തി പോവാനായിട്ട്. പക്ഷേ യേശുവിന്റെ ആത്മാവ് അവരെ സമ്മതിച്ചില്ല. നോ ഗൈഡൻസ്. ദൈവത്തിന് അറിയാം എവിടെ പോകണം, എങ്ങനെ പോകണമെന്ന്. സ്തോത്രം. അതൊരു മാസിഡോണിയൻ കോളിലേക്കാണ് പോയത്. ഹല്ലേലൂയ. മക്കദോന്യ വിളിയ. ഞാൻ പറഞ്ഞു, ദൈവം നമുക്ക് അറിയാൻ പാടില്ല, നമ്മൾ ചിന്തിക്കാത്ത വിധത്തിൽ നമുക്ക് വേണ്ടി സ്തോത്രം ചില വഴികളൊക്കെ തുറന്നിട്ടിട്ട് ചില വഴികളൊക്കെ ദൈവം അടയ്ക്കുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, അടഞ്ഞതിന് സ്തോത്രം ചെയ്തോണം. കാരണം തുറക്കുന്നതൊരു വലിയ വാതില. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ചിലതെല്ലാം അടഞ്ഞിട്ട് നീ ഇന്ന് ഇതിനകത്ത് വന്നിരിക്കുന്നതെങ്കിൽ നിനക്ക് വേണ്ടി വലുതൊന്ന് തുറക്കാൻ ഈ ദൈവം വിശ്വസ്ത ദൈവമാ. നിനക്കുള്ളത് അടഞ്ഞ ാണ് ഇതിനകത്തിരിക്കുന്നതെങ്കിൽ ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിനക്ക് വേണ്ടി വലുതൊന്നു തുറക്കാൻ ഈ ദൈവം വിശ്വസ്ത ദൈവം.